ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വീഡിയോ സംസാരിക്കാൻ പോകുന്ന ന്യൂറോപ്പതി ഇൻ ഡയബറ്റിസ്, അതായത് തൈറോയ്ഡ് രോഗികൾ വരുന്ന പെരിഫറൽ ന്യൂറോപ്പതി, അതായത് കാലിലും കൈയും മരപ്പ് വരുന്നതിനെ പറ്റിയാണ്. സാധാരണ നമുക്ക് തുടക്കത്തിൽ തന്നെ ചിലർ കാണുന്നതാണ്, കാരണം ലേറ്റ് ഡയഗ്നോസ്. അപ്പം നമ്മൾ ഡയബറ്റിസ് താമസിച്ച് കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ ന്യൂറോപ്പതിയൊക്കെ ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യും. പക്ഷെ പലപ്പോഴും നമ്മൾ നോർമലായിട്ട് ഒരു 50 വയസ്സ് 40 വയസ്സിന് ഡയബറ്റിക്കാർക്ക് ഒരു 10 വർഷം 15 വർഷം കഴിഞ്ഞ് ന്യൂറോപ്പതി ഡെവലപ്പ് ചെയ്യുള്ളൂ. അതായത് കൈക്കും കാലും മരപ്പ്, തരിപ്പ്, അത് പല രീതിയിൽ പ്രശ്നം. ചിലർക്ക് ബേണിങ് സെൻസേഷൻ, നോർമൽ സെൻസേഷൻ തന്നെ നമുക്ക് പെയിനായിട്ട് വരും. അലോഡെനിയ എന്നൊക്കെ പറയും. നമുക്ക് തൊട്ടാൽ പെയിനായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് നോർമൽ സെൻസേഷൻ അബ്നോർമലായിട്ട് തോന്നും. ചിലർക്ക് മരച്ചിരിക്കും, മൊത്തത്തിലൊരു എന്നാ പറയുന്നത് നംനെസ് ആയിരിക്കും. കാല് നമുക്ക് തടി വഴിക്കുന്നു, നമ്മളത് എവിടെ നിന്ന് കൊണ്ടു കഴിഞ്ഞാൽ മുള്ളു കൊണ്ടല്ല അറിയുന്നില്ല, കല്ലൊക്കെ ഇരുന്ന് അറിയില്ല. അപ്പം അങ്ങനെയുള്ള പ്രോപ്പറായിട്ട് ചപ്പലൊക്കെ ഉപയോഗിക്കും. കൈക്കാണെങ്കിൽ സംഭവിക്കുക, ചിലപ്പോൾ നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൈ പൊള്ളി അറിയുക. അത് കൂടുതൽ ഫിംഗർ ടിപ്സ് അല്ലെങ്കിൽ നമ്മൾ ടോയുടെയൊക്കെ ടിപ്സിലാണ് ആദ്യം അറിയുക. പിന്നെ അത് കയറി കൈയുടെ പകുതി വരെ വരും. പിന്നെ ആദ്യം കാലിനാണ് വരിക, പിന്നെയാണ് കൈക്ക് വരിക. അപ്പം ന്യൂറോപ്പതി നമ്മൾ പലപ്പോഴും ഷുഗർ കൺട്രോളല്ല വരുന്നുണ്ട്. പ്രോപ്പറായിട്ട് നമ്മൾ ഷുഗർ കൺട്രോളാണ്. ഫാസ്റ്റ് ഷുഗറൊക്കെ 126 130 ആണ്. അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞാണെങ്കിൽ 180 140 ഒക്കെ ആണെങ്കിൽ നമുക്കൊരിക്കലും ഇതിനെ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അങ്ങനെ ലോങ് ടൈം റണ്ണിൽ ചിലർക്ക് വരാം, ചിലർക്ക് വരണമെന്നില്ല. ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് പ്രശ്നം ചെയ്യുക. ചിലർക്ക് ന്യൂറോപ്പതി ആയിരിക്കും ആദ്യം. പക്ഷേ ന്യൂറോപ്പതി നമ്മൾ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ സെൻസറി ലോസ് വരുന്നുണ്ട്. കാലിലൊക്കെ മുറിവ് വന്നു കഴിഞ്ഞാൽ കരിയാനും, കാല് നമുക്ക് ആംബിറ്റേഷനാക്കി മുറിച്ച് കളയാനൊക്കെയാണ്. പണ്ടൊക്കെ ഒരുപാട് അങ്ങനെ വരുമായിരുന്നു. പ്രോപ്പറായിട്ട് ചപ്പൽ ഉപയോഗിക്കുന്നില്ല, ചെക്കപ്പ് ചെയ്യുന്നില്ല, ഷുഗർ കൺട്രോൾ ചെയ്യുന്നില്ല, ന്യൂറോപ്പതി വരുന്ന അവരറിയുന്നില്ല. കാലിൽ ചെറിയ അൾസർ വന്ന് വലിയ അൾസറായി, വലിയ മുറിവായി, വലിയ ആഴത്തുള്ള മുറിവായി. ചിലപ്പോൾ അത് നമുക്ക് ഇസ്കീമിയ, ബ്ലഡ് സപ്ലൈ കൂടെ സർക്കുലേഷനെ കൂടെ ബാധിച്ചിട്ട് മുറിച്ച് കണ്ടുവരും. പലപ്പോഴും ഡയബറ്റിക്കാരെ കാണുന്ന ഈ ന്യൂറോപ്പതിക് അൾസർ കൂടാതെ ഇസ്കെമിക് അൾസർ, അതായത് ബ്ലഡ് സപ്ലൈ കൂടെ കുറയും. അവരുടെ രക്തക്കൊള്ളുകളിൽ കൊളസ്ട്രോൾ അടിച്ചൊരു ബ്ലോക്കും കാണും. നമ്മൾ വാസ്കുലാരിറ്റി പൾസ് നോക്കുമ്പോൾ കാണില്ല. അപ്പം നമ്മൾ ഡോപ്ലർ അൾട്രാസൗണ്ട് ചെയ്തു, ഹാർട്ട് ഡോപ്ലർ ചെയ്ത് നോക്കുമ്പം അങ്ങോട്ട് ബ്ലഡ് ഫ്ലോയും കുറവും. അപ്പം ബ്ലഡ് ഫ്ലോയും കുറവുണ്ട്, സെൻസേഷനില്ല വരുമ്പം അത് നമുക്ക് വലിയ അൾസർ വരും, കരിയില്ല, ചാർക്കടിച്ചുകൊണ്ട് നമ്മൾ ജോയിൻറ്റ് ഡാമേജ് വരും. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ ന്യൂറോപ്പതി പലപ്പോഴും ഇതേപോലെ പല പല പ്രശ്നങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. ഡയബറ്റിക് ഫുഡ് അൾസർ അല്ലെങ്കിൽ ഡയബറ്റിക് ഫുഡ് എന്ന് പറഞ്ഞൊരു വലിയൊരു ഒരു സ്പെഷ്യാലിറ്റി തന്നെയുണ്ട്. അപ്പോൾ പൊടിയാട്ടി ലെവലിൽ അവർ അത് കൈകാര്യം ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ ഈ ഷുഗർ ശ്രദ്ധിക്കാതെ വന്നു, നമുക്ക് ന്യൂറോപ്പതി വന്നു, അതുകൂടെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ വന്നു. അപ്പം സർക്കുലേഷനെയും ബാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പാടാം. കാരണം വാസ്കുലാരിറ്റി ബ്ലഡ് സപ്ലൈ ഉണ്ടെങ്കിൽ അവിടെ ഹീലിംഗ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഡ്രസ് ചെയ്യുന്നുണ്ട്, കൾച്ചർ ചെയ്യുന്നുണ്ട്, അതിനുള്ള ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുന്നുണ്ട്, ഷുഗർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഒരു രക്തോട്ടങ്ങനെ ഉണ്ടല്ലോ, ബ്ലഡ് സപ്ലൈനുള്ള മുറിവിന് കരിയാൻ പറ്റുള്ളൂ പലപ്പോഴും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നോൺ ഹീലിംഗ് അൾസറായിട്ട് നമ്മൾ പ്രത്യേക ചപ്പലൊക്കെ ഉപയോഗിച്ച്, ഓർത്തോട്ടിക് ചപ്പൽസൊക്കെ ഉപയോഗിച്ച് നമ്മൾ പ്രത്യേക കെയർ കൊടുത്തിട്ട് പറഞ്ഞ് നടക്കുന്നത്. അപ്പം പലപ്പോഴും നമ്മൾ നല്ല പ്രായത്തിൽ അല്ലെങ്കിൽ നേരത്തെ ഷുഗർ നമ്മൾ നല്ലപോലെ കൺട്രോൾ ചെയ്യാം, വർഷങ്ങൾ കൺട്രോൾ ചെയ്യാൻ നടന്നു, നമ്മുടെ കിഡ്നിയും കണ്ണും ഒക്കെ സേഫ് ആയിരിക്കും പലപ്പോഴും. അപ്പോൾ ന്യൂറോപ്പതി മാത്രമേ കാണുള്ളൂ, മനസ്സിലായി. പലപ്പോഴും നമ്മൾ കിഡ്നിയെ ബാധിക്കുകയാണെങ്കിൽ കണ്ണിനെ ബാധിക്കും. കാരണം പലപ്പോഴും ഡയബറ്റിക് നെഫ്രോപ്പതി നമ്മൾ ഏർലി നോക്കുമ്പോൾ കണ്ണിന് റെറ്റിനോപ്പതിയും കാണും, ആൽബിനോറിയും കാണും, യൂറിനൊക്കെ ചിലപ്പം പതിച്ചിലും കാണും. പക്ഷേ ന്യൂറോപ്പതിയിൽ ഇതൊന്നും വേണമെന്നില്ല. ന്യൂറോപ്പതി ഏർലിയൊക്കെ ആയിട്ട് വരുന്നതാണ്. 10 to 15 ഇയേഴ്സ് കൊണ്ട് ന്യൂറോപ്പതി വരുന്നതാണ്. 15 ഇയേഴ്സ് ആയാലും നമുക്ക് നെഫ്രോപ്പതി വരുള്ളൂ, റെറ്റിനോപ്പതിയൊക്കെ വരുള്ളൂ. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യുക, പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുക, പിന്നെ കൃത്യമായി ഡോക്ടറെ കാണുക, ഡോക്ടർ നിർദ്ദേശം മരുന്ന് കഴിക്കുക. പിന്നെ ന്യൂറോപ്പതിക്ക് മെഡിസിൻസ് ഉണ്ട്. നമ്മൾ മീതാൽക്കൊബാലമേനോ, പ്രഗാബാലിനുണ്ട്, ഗാബാന്യൂറോണുണ്ട്, ഈ അലിനോട്രിപ്പിളുണ്ട്, ഈ ശ്രേണിപ്പെടുന്ന മരുന്നുകളുണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് പലപ്പോഴും നമ്മൾ ന്യൂറോപ്പതി കംപ്ലീറ്റ് തുടച്ചു നീക്കാനൊന്നും പറ്റിയത്. നമുക്ക് തക്കാലം നമ്മുടെ സിംറ്റം പെയിൻ കുറയും, പെയിൻ സെൻസേഷൻ കുറയും, നംനെസ് കുറയും, ഉറങ്ങാൻ പറ്റുമെന്നുള്ളൂ. കൂടുതൽ സെഡേറ്റീവ്സ്, ആൻറ്റി ഡിപ്രസൻറ്റ്, പിന്നെ നമ്മൾ എന്നാ പറയുന്നത് ഇതൊക്കെ ന്യൂറോ സ്റ്റിമുലേറ്ററി ഡ്രഗ്സൊക്കെയാണ്. മീതാൽക്കൊബാലമേന്, ആൽഫ ലൈപോയിക് ആസിഡ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡി, കാൽഷ്യം, ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെയാണ് കൂടുതലും തരിക. അപ്പം മസിൽ സൂക്ഷിക്കുക, സാർക്കോപ്പീനിയ വരാം, ന്യൂറോപ്പതി വരുന്നുണ്ട്. പിന്നെ അതുകൂടെ സെൻസറി ലോസ് വരാം, അതുകൂടെ ന്യൂറോ ഇസ്കെമിക് അൾസേഴ്സ് വരാം, കാല് തന്നെ വേണമെങ്കിൽ പോകാം, പിന്നെ മുറിവ് നോൺ ഹീലിംഗ് അൾസേഴ്സ് വരാം. അപ്പം അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാകും. ഇതേ പ്രശ്നങ്ങൾ നമുക്ക് ഹാർട്ടിലുമൊക്കെ കാണാം. പലപ്പോഴും നമ്മൾ കാലിട്ടിട്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അറ്റാക്ക് വന്ന് മരിക്കുന്നവരുണ്ട്. അപ്പോൾ ഷുഗർ കൺട്രോൾ ചെയ്ത് നന്നായിട്ട് ഈ സെൻസറി ലോസ് വരാതെ പ്രോപ്പറായിട്ട് ചപ്പൽ ഉപയോഗിച്ച് മുറിവ് വരാതെ അങ്ങ് പോവുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളാകും. ഇപ്പം ചെറിയ മരപ്പം തരിപ്പൊക്കെ കാണും. എന്നിരുന്നാൽ പോലും അത് നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്ത് ചെറിയ ഗുളിക, ചില ന്യൂറോബൻ ഫോട്ടോയൊക്കെ കഴിക്കും. ചിലപ്പോൾ അത് പറ്റാവുമ്പോഴായിരിക്കും പല പല കോമ്പിനേഷൻസിലേക്ക് പോകാം. നമ്മൾ പ്രഗാബാലിന് അല്ലെങ്കിൽ കാബാനൂർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നമ്മൾ അത് കൂട്ട് പെയിൻ കുറയ്ക്കുന്ന മരുന്നിലേക്ക് നമ്മൾ പോകാം. എന്ന് പറഞ്ഞാൽ NSAID, നമ്മൾ ഡൈക്ലോഫിനാക്ക് അങ്ങനെയുള്ള മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ന്യൂറോപ്പതി ഗുളിക കഴിക്കുക, ഷുഗർ കൺട്രോൾ ചെയ്യുക, പ്രോപ്പറായിട്ട് ചപ്പൽ ഉപയോഗിക്കുക, കൃത്യമായിട്ട് ചെക്കപ്പ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ഈ ന്യൂറോപ്പതിയുടെ പ്രശ്നങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. Thank you.